ഹലോ ഹായ് ഹസീന. എന്നെ മനസ്സിലായോ? എവിടെ വീട്ടിലാണോ? എവിടെയാ വീട്? വയനാട്. ആ നിങ്ങളുടെ അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? അറിയാം, ഞാൻ വന്നിരുന്നു അവിടെ 2 ദിവസം പ്രവർത്തനത്തിനുണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ. എന്തെടുക്ക? ഭക്ഷണം കഴിച്ചാ? എന്താ കറിയുന്നത്? ബിരിയാണിയാണോ? സാമ്പാർ മാത്രം? ആ ശരി ശരി. ഓക്കെ, ഞാൻ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ വിളിച്ചിരുന്നു അല്ലേ? എനിക്ക് തെറ്റി. ഞാൻ കൊറേ പേരെങ്ങനെ ഡെയിലി വിളിക്കുന്നോണ്ട് ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയി കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്താ കാറ്? 10 ലക്ഷം ടാറ്റ പഞ്ച് കാറ്, ടാറ്റ പഞ്ച്. നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ. ഈ പഞ്ചല്ല, ടാറ്റ പഞ്ച് തരാൻ പോവാണ്. കാറ്. ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ? അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഓടിക്കണേ. പിന്നെ കഴിയാവുന്ന വല്ല ബന്ധ ദിവസമൊക്കെ ഓടിച്ചാൽ മതി. ആൾക്കാർ അധികമുള്ള ദിവസം ഓടിക്കാൻ നിക്കണ്ട. നാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ. എന്താ ചെയ്യണേ? വീട്ടിൽ ഹൗസ് വൈഫാണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന? സൗദിയിലാ? ഓ ശരി. പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ള? ഉമ്മ അറിയോ? സലാമലൈക്കും. അതെ, ഇനിയിപ്പോ നേരിട്ട് കാണാനുള്ള ഒരു മോഹമുണ്ട്, അതിനാ വിളിച്ചത്. ശരി. ഒരു ദിവസം വിളിച്ചു വന്ന് രാത്രി കറണ്ട് ഇല്ല, അപ്പൊ കട്ടായി പോയി. പിന്നെ കുറച്ചു ദിവസം വിട്ടുപോയി, തിരക്കായപ്പോ. പിന്നെ ഒരു മാളാണോ ഉമ്മാക്ക്? 4 മക്കളാ? കുട്ടി ഇത് ആരുടെ കുട്ടിയാ? ആരുടെ കുട്ടിയാ? സൗദി പോയില്ലേ? പോയിരുന്നാ? അപ്പൊ എന്നാ കാറ് വാങ്ങാൻ സൗകര്യം? കാറടിച്ചിരിക്കാണ്. നമുക്കൊരു യാത്ര പോണോ ഉമ്മയും എല്ലാവരും കൂടെ? എന്നാ വരണേ? മോനെ എന്നാ വരണേ സൗദിന്ന്? കാറൊക്കെ കിട്ടുമ്പോ ഒന്ന് വന്നാ കൊഴപ്പൊന്നുമില്ല. ചോദിച്ചു നോക്ക്. എല്ലാവർക്കും കൂടെ നമുക്കൊരു ചെറിയ ട്രിപ്പൊക്കെ അടിക്കാം കാറില്. സുഖായിരിക്കുന്നോ? ഇതിപ്പോ നിങ്ങളുടെ വീടാണോ ഹസ്ബൻഡിന്റെ വീടാണോ സ്ഥലം? നിങ്ങളുടെ വീട് എവിടെയാ? അടുത്തടുത്താണ്. ഓ, അപ്പൊ പ്രേമിച്ചതായിരിക്കും അല്ലേ? എത്ര അടുത്തായിട്ട്? മുമ്പ് കാണാറെങ്കിലും ഉണ്ടാവില്ല അല്ലേ? ആണോ? ഇത്ര അടുത്ത് കിടന്നിട്ടോ? ശരി. ഇന്ത്യയിൽ എന്നോട് പറയണ്ട. അപ്പൊ ശരി കേട്ടാ, ഡേറ്റ് അറിയിക്കാം. നിങ്ങൾ പറ എപ്പോഴാണ് സൗകര്യം കേട്ടാ. അപ്പൊ കാറൊന്നും ഇങ്ങോട്ട് താക്കോല് തരാൻ വേണ്ടിട്ടാണ്. ചായപ്പൊടി എവിടുന്നാ വാങ്ങിച്ചത്? കടുവഞ്ചാല് ആണോ? ഓ, മറക്കാണ്ട് 3 നേരം കുടിക്കണേ. മരുന്ന് കഴിച്ചില്ലേലും ചായ 3 നേരം കുടിക്കണേ. രാവിലെ അല്ലേ? പാലൊഴിച്ചാണോ കുടിക്കാറ്? എല്ലാവരും നല്ല അഭിപ്രായം പറയണേ ചായക്ക്. എനിക്ക് എന്നെ കുറിച്ച് അത്ര അഭിപ്രായം പറയുന്നില്ലേലും ചായയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അങ്ങനെയാണോ? ആയിക്കോട്ടെ. റഹീം ഇടയ്ക്ക് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ. അത് സൗദിയിലാണല്ലോ. അപ്പൊ മുടങ്ങാതെ ചായ കുടിക്കൂ. ഉമ്മാക്കും കൊടുക്കണം ചായ. മോളുടെ പേരെന്താ?
സെൻസ. എന്താ സ്പെല്ലിംഗ്? കെൻസ. ആ, കൂടിയ പേരാണല്ലോ. ആ, എന്തിനാ പഠിക്കണേ? അതല്ല, എന്തിനാ പഠിക്കണേന്ന്. എന്താവാൻ വേണ്ടിട്ടാ? ഡോക്ടറാണോ, അല്ലോ ഉമ്മയെ പോലെ അമ്മയാവാനാണോ? ഓടിയ? ആ, പോയിട്ടില്ല അല്ലേ? അവിടെയൊക്കെ സ്കൂളൊക്കെ തുടങ്ങിയോ? ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ? കുഴപ്പമില്ല അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ശരി, കാണാം. താങ്ക് യു. ബൈ.